മോഹൻലാലിനൊപ്പം യുവനിരയിലുള്ള സംവിധായകരും എഴുത്തുകാരും ഒക്കെ ഒന്നിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ അടുത്തിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടക്കമെന്നോണം തുടരുമെന്ന സിനിമ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോഴത്തെ L365 പോലും അതുപോലൊരു കോംബോയിലാണ് മോഹൻലാൽ സിനിമ വരാൻ പോകുന്നത്. ഒരു ഫാൻ ബോയ് ചിത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ചിത്രമെന്ന് സംവിധായകനും അതിനെക്കുറിച്ച് പറയുകയാണ്. എന്നാൽ ഇതൊക്കെ വരുമ്പോഴും നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ജിത്തു മാധവനും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ആ പ്രോജക്റ്റ് അത് വലിയ രീതിയിൽ പുരോഗമിക്കുകയും ചെയ്തിരുന്നു. മോഹൻലാൽ തന്നെ ഒരു അഭിമുഖത്തിൽ ജിത്തു മാധവന്റെ പ്രോജക്റ്റ് ഉണ്ട് എന്ന് വരെ പറഞ്ഞിരുന്നു. അതിന്റെ നിർമ്മാതാവ് വരെ തീരുമാനിച്ച സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഒഫീഷ്യലായ ഒരു അനൗൺസ്മെന്റ് മാത്രം എത്തിയില്ല എന്നത് മാത്രമായിരുന്നു ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നത്. മലയാളത്തിലെ നമ്പർ 1 പ്രൊഡക്ഷൻ ഹൗസായ ഗോകുലം ഗോപാലിന്റെ ഗോകുലം മൂവീസ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യും എന്ന രീതിയിൽ വരെ എത്തിയിരുന്നു. എന്നിട്ടും ആ പ്രോജക്റ്റിന് എന്ത് സംഭവിച്ചു എന്നതാണ് ഇപ്പോൾ വലിയ ചോദ്യം. മോഹൻലാൽ വരെ ഓക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? അതിന് മുന്നോടിയായി ദൃശ്യം 3യും ഒക്കെ മോഹൻലാൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴത്തെ L365 എന്ന ചിത്രം പോലും മോഹൻലാൽ ദൃശ്യം 3 കഴിഞ്ഞ് ഉടനെ ചെയ്യാൻ പോകുന്ന സിനിമയാണ്. എന്നിട്ടും ജിത്തു മാധവന്റെ പ്രോജക്റ്റിനെ കുറിച്ചുള്ള വാർത്തകളൊന്നും വരുന്നില്ല. ആ ചിത്രം ഉപേക്ഷിച്ചു എന്ന രീതിയിൽ തന്നെയാണ് പലരുടെയും പറച്ചിലുകളിൽ സോഷ്യൽ മീഡിയയിൽ എത്താറുള്ളത്. ആധികാരികമായ റിപ്പോർട്ടുകൾ ഒന്നുമില്ലെങ്കിലും ജിത്തു മാധവനും മോഹൻലാലും ഒരുമിച്ചുള്ള ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെയായി വന്നിരുന്നു. അവർ ഒരുമിച്ച് മീറ്റ് ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ ഹോട്ടലിൽ നിന്നുള്ള ചിത്രങ്ങളുമൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിയതാണ്. എന്നിട്ടും എന്ത് സംഭവിച്ചു എന്നതാണ് എല്ലാവരുടെയും ചോദ്യം. എമ്പുരാൻ വൻ വിജയമായിരിക്കുന്ന സമയത്തായിരുന്നു ജിത്തു മാധവൻ മോഹൻലാൽ പ്രോജക്റ്റ് വലിയ രീതിയിൽ പ്രേക്ഷകർ ആഘോഷിച്ചതും. ആവേശമെന്ന ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുന്നു എന്ന റിപ്പോർട്ട് കേട്ടപ്പോൾ എല്ലാ ആരാധകരും ഏറ്റവും വലിയ സന്തോഷത്തിലും ആഘോഷത്തിലുമായിരുന്നു. യുവ സംവിധായകരുമായി മോഹൻലാൽ കൈകോർക്കുന്നത് ആരാധകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചിരുന്നു. ജിത്തു മാധവനാണെങ്കിൽ അത് കുറച്ചും കൂടെ ഹാപ്പി ആയിരുന്നു. കാരണം ജിത്തു മാധവന്റെ സിനിമകൾക്ക് വലിയ സ്വീകാര്യതയായിരുന്നു. അതും ആവേശം എന്ന ചിത്രം കണ്ടപ്പോൾ തന്നെ മോഹൻലാലിനെ ഇതുപോലൊരു കഥയിൽ പ്ലേസ് ചെയ്താൽ എങ്ങനെയുണ്ടാകുമെന്നുള്ള ചർച്ചകൾ വരെ ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്നു. ജിത്തു മാധവന്റെ മുൻ സിനിമകൾ പോലെ ബാംഗ്ലൂർ പശ്ചാത്തലമായുള്ള കോമഡി എന്റർടൈനർ ആയിരിക്കും ഈ പ്രോജക്റ്റും എന്നായിരുന്നു അഭ്യൂഹങ്ങൾ. എന്നാൽ കുറച്ചു മുമ്പ് വന്ന റിപ്പോർട്ടുകളനുസരിച്ച് ഈ ചിത്രം കുറച്ച് വൈകുമെന്ന് പറയുകയുണ്ടായി. പിന്നീട് വന്നത് ഉപേക്ഷിച്ചു എന്ന രീതിയിലാണ്. എന്നിരുന്നാലും ഒഫീഷ്യലായി ഈ ചിത്രത്തിന്റെ പ്രഖ്യാപനമോ ഉപേക്ഷിക്കലോ ഒന്നും നടന്നിട്ടില്ല എന്നതും കൗതുകമാണ്. എന്തായാലും മോഹൻലാൽ ചിത്രം ഇപ്പോഴേ ചെയ്യുന്നില്ല എന്നത് ഉറപ്പിക്കാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ജിത്തു മാധവൻ ചെയ്യാൻ പോകുന്നതാകട്ടെ അങ്ങ് തമിഴകത്ത് എന്ന് സാക്ഷാൽ നടിപ്പിൻ നായകൻ സൂര്യയെ തന്നെ നായകനാക്കി ഒരു പടം അങ്ങൊരുക്കാൻ പോവുകയാണ്. ഇത് കേട്ടപ്പോൾ ആരാധകരും വലിയ ഞെട്ടലാണ്. പക്ഷേ മലയാളികൾക്ക് ഒരു അതിശയമുണ്ടാകുന്നത് എന്തെന്നാൽ സൂര്യയ്ക്ക് ഈ അടുത്തിടയ്ക്കെങ്ങും വലിയ വിജയങ്ങൾ സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ജിത്തു മാധവനുമായിട്ട് കൈകോർക്കുമ്പോൾ സൂര്യ ഉറപ്പായും ഒരു ഹിറ്റടിക്കും എന്നതാണ് അവരുടെ പറച്ചിൽ. അതിന്റെ മുന്നൊരുക്കങ്ങളാണ് സൂര്യ പടവുമായി ബന്ധപ്പെട്ട് ജിത്തു മാധവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അതിൽ ഏറ്റവും കൗതുകം എന്തെന്ന് വെച്ചാൽ മോഹൻലാലിനെ വെച്ച് നടക്കാതെ പോയ പ്രോജക്റ്റിന്റെ സങ്കടം ജിത്തു മാധവൻ ഈ ചിത്രത്തിലൂടെ ചിലപ്പോൾ തീർത്തേക്കും. കാരണം സാക്ഷാൽ മോഹൻലാലിനെ തന്നെ ഈ ചിത്രത്തിൽ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ജിത്തു മാധവൻ എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ റൂമർ. സൂര്യ ഈ ചിത്രത്തിൽ ഒരു പോലീസ് കഥാപാത്രത്തെയാകും അവതരിപ്പിക്കുക എന്നാണ് പറയപ്പെടുന്നത്. സിംഗം എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും ഒരു ഗംഭീര കഥാപാത്രം സൂര്യയിൽ നിന്നും പ്രതീക്ഷിക്കാം എന്ന് തന്നെ കരുതുന്നു. കൂടാതെ മലയാളി സാന്നിധ്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിലേക്ക് സുശീൽ ശ്യാമൊക്കെ എത്തുന്നു എന്നതൊക്കെയാണ്. ജനുവരി 2026 ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സൂര്യയുടെ നിരവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഒരു പ്രതീക്ഷയോടെ ആഡ് ചെയ്യാൻ പറ്റുന്ന സിനിമ തന്നെയാണ് ജിത്തു മാധവൻ ഒരുക്കാൻ പോകുന്ന ഈ സൂര്യ ചിത്രം. അതിലേക്കാണ് മോഹൻലാലിന്റെ സാന്നിധ്യം എന്നതാണ് വളരെ കൗതുകം ആകുന്നതും. സൂര്യ 47 ആകാനുള്ള സാധ്യതയുണ്ട് ഈ ചിത്രം. മോഹൻലാൽ ഈ ചിത്രത്തിലേക്ക് വരുന്നത് ഒരു ഗംഭീര റോളിലായിരിക്കും എന്ന റിപ്പോർട്ടുകളും പറയുകയാണ്. എന്നാൽ ഇതിനൊന്നും ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പോൾ തമിഴകത്തും കേരളത്തിലും ഗംഭീര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രത്തിൽ നായികയെത്തുന്നത് ബോളിവുഡിൽ നിന്നും ശ്രദ്ധ കപൂർ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും മോഹൻലാലിനെ വെച്ച് ചെയ്യാനിരുന്ന പ്രോജക്റ്റ് നടക്കാതെ പോയപ്പോൾ ജിത്തു മാധവൻ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട് എന്നതാണ് കൗതുകരമാകുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു ക്ഷീണം ജിത്തു മാധവൻ സൂര്യ ചിത്രത്തിലൂടെ നടത്തിയെടുക്കുമെന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നതും. ഇങ്ങനെ ചില അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്.